ഹലോ ഗായ്സ്, ഇന്നൊരു സൺഡേ ആണ്. അതുകൊണ്ട് നമ്മൾ നാടൻ കോഴി പെരട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് ആദ്യം നമ്മൾ നാടൻ കോഴി കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയതിന് ശേഷം നമ്മൾ മസാലയിൽ ഇട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വെച്ചു. അതിന് ശേഷം അടുത്ത ഗ്യാസിൽ ഓബ്വിയസ്ലി പരിപ്പും പിന്നെ കിഴങ്ങ് കിഴങ്ങും കറിയുമുണ്ട്. അപ്പോൾ കിഴങ്ങ് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ കുറച്ച് നേരം ടൈം എടുക്കും ഇത് ചെയ്യാൻ. അപ്പോൾ അതിന് നമ്മൾ കിഴങ്ങ് നല്ലപോലെയായിട്ട് കിണ്ടി കൊടുക്കണം, എന്നാലേ അത് വെന്ത് വരുള്ളൂ. കാരണം ഇതിപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ കിഴങ്ങ് വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ കിണ്ടി കിണ്ടി വെച്ച് കൊടുത്താലേ അത് നല്ല രീതിയിൽ വെന്ത് വരത്തുള്ളൂ. അപ്പോൾ അത് കുറച്ച് പണിയാണ്. അത് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാലേ അത് നല്ലപോലെ വെന്ത് വരത്തുള്ളൂ, എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മൾ കിഴങ്ങ് കറി വയ്ക്കുന്ന കണക്കല്ലല്ലോ ഇത്. കുറച്ച് കട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിങ്ങനെ വെന്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ കുറച്ച് നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്ക് കുറച്ചൊന്ന് അത് കിണ്ടി കൊടുത്തതിന് ശേഷം നമ്മളത് വെയിറ്റ് ചെയ്യുക. അത് മിക്സിങ് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെയും അതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം അതാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ അത് കുറച്ച് മെനക്കെട്ട പണിയാണ്. അത് നിന്ന് അത് ചെയ്താലേ അത് വെന്ത് ഉടഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആണത്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് നാടൻ കോഴിയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നാടൻ കോഴി നമ്മളിങ്ങനെ ആദ്യം എടുത്തിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെച്ചേക്കണം. അപ്പോൾ വെച്ചേക്കുമ്പോൾ മസാലയൊക്കെ നല്ല പിടിക്കാനൊക്കെ വേണ്ടിയേ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉള്ളി എടുക്കണം. അത് വലിയ ഉള്ളിയും ചെറിയ ഉള്ളി എടുക്കണം. ചെറിയ ഉള്ളിയും കൂടെ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഒരു കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ അത് നല്ല ഗുണമുള്ളതാണല്ലോ ഈ ചെറിയ ഉള്ളി വലിയ ഉള്ളിയും കാട്ടി. അപ്പോൾ അത്രയും നമ്മൾ അതും കൂടെ മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ പിന്നെ ആ ചെറിയ ഉള്ളി എടുക്കുക. അതിനുശേഷം വലിയ ഉള്ളി നമ്മളിങ്ങനെ തുരുതുരാന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഇത് മസാല പിടിച്ചതിന് ശേഷം ഇത് നല്ല കട്ടിയുള്ള കോഴിയാണ്, അതായത് നാടൻ കോഴിയാണല്ലോ. അപ്പോൾ അത് നമ്മൾ കുക്കറിലോട്ട് മാറ്റണം. അത് വലിയ കുക്കർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ആ വലിയ കുക്കറിലോട്ട് നമ്മളിത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിന് അടുപ്പിൽ വെച്ച് ഒരു 7-8 വിസിലടിക്കണം. കാരണം അത്രയും കട്ടിയുള്ളതാണ് ഈ നാടൻ കോഴി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ അത്രയും കട്ടിയുള്ള കോഴിയാണ്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന സാധാ കോഴി പോലെ അല്ല. അത് അത്രയും നല്ല രീതിയിൽ വിസിൽ കേട്ട് എന്നാലേ അത് വെന്ത് ഉടഞ്ഞ് വരുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാ കറി പോലെ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ അത് കുക്കറിലാക്കിയതിന് ശേഷം അത് നല്ല രീതിയിൽ അങ്ങ് അടയ്ക്കുക. നല്ല രീതിയിൽ അടച്ചു വയ്ക്കുക. അത് അടച്ചു വെച്ചതിന് ശേഷം കുക്കറിൽ എടുത്ത് നമ്മൾ സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ എന്നിട്ട് അത് കുറച്ച് നേരം ടൈം എടുക്കും. അത് നല്ല രീതിയിൽ ഫ്ലെയിം ചെയ്താലേ അതിലൊരുപാട് വിസിൽ കേൾക്കുകയുള്ളൂ. അപ്പോൾ അതൊരു 7 വിസിൽ കേൾക്കണം. അപ്പോൾ അതങ്ങനെ വയ്ക്കുന്നു. അതിനെന്തായാലും കുറച്ച് സമയം എടുക്കും, ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. നല്ല രീതിയിൽ വെന്ത് വരണമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അത് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടെ ഉണ്ട്. പിന്നെ തക്കാളി നമ്മൾ കട്ട് ചെയ്തിട്ടതിന് ശേഷം തക്കാളി ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചേക്കുക. തക്കാളി നല്ലതാണ്. തക്കാളിയിലെ വെള്ളം ഊറി വരുമ്പോൾ അത് എന്താ പറയുക, നമുക്ക് ചിക്കൻ ആകുമ്പോൾ അത് ആ ഒരു ചിക്കന് വെള്ളം കിട്ടുകയും ചെയ്യും. അത് അതിനനുസരിച്ച് വെന്ത് നല്ലപോലെ വേവുകയും ചെയ്യും. സോ അതുകൊണ്ട് തക്കാളി നമ്മളെല്ലാ ഫുഡിലും ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാനുക്കുട്ടി ഇവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം കാർട്ടൂണാണ്. ആ സ്ഥലത്ത് ഇതും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ആ ഒരു വികാരമില്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അതെപ്പോഴും ഇങ്ങനെയാണ്, ഈ TV നോക്കി ഇങ്ങനെ ഇരിക്കും. അത് ഈ കാർട്ടൂണാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ വിസിലുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനിടെ ഒരുപാട് സമയം എടുക്കും. ഞാൻ പറഞ്ഞ പോലെ അരമണിക്കൂറെങ്കിലും എടുക്കും ഇതൊന്ന് വിസിലൊക്കെ അടിച്ച് വരാം. അപ്പോൾ ആവിയൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് നമ്മളെന്തായാലും അരമണിക്കൂർ അല്ലെങ്കിൽ അതിന് മുകളിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്നാലേ പറ്റുള്ളൂ, അല്ലാതെ ഇത് വെന്ത് വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറ് വേവുന്നുണ്ട്. അത് ചോറ് ഒരു സ്റ്റൗവിൽ വേറെ സ്റ്റൗവിൽ ചോറും വേവുന്നുണ്ട്. ഇത് കുത്തരി ചോറാണ്. പിന്നെ നമ്മൾ എന്തായാലും വിറകടുപ്പിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിന് വേണ്ടി നമ്മൾ വലിയൊരു ഉരുളി എടുക്കുന്നു. ഉരുളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുവൊക്കെ ഇട്ടതിന് ശേഷം ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ ഉള്ളിയും കൂടെ എടുത്ത് പിന്നെ പച്ചമുളകും എല്ലാം കൂടെ എടുത്ത് അതിലോട്ട് തട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉരുളിയാണെങ്കിൽ അത്രയും നമുക്ക് നല്ല രീതിയിൽ ചിക്കൻ വെന്ത് എടുക്കാനും, അത്രയും ഒരുപാട് ചിക്കൻ ഉണ്ടെങ്കിലും അത്രയും അടിപൊളിയായിട്ട് അത് വെന്ത് വരാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉരുളി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ
ഈ ഇട്ട ഉള്ളിയെല്ലാം കൂടെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം എടുക്കും. അതൊന്ന് വഴറ്റി വരണമല്ലോ. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. അപ്പോൾ ഇത് വിറകടുപ്പിലായതുകൊണ്ട് കുറച്ച് നമുക്ക് അധികം സമയം വേണമല്ലോ. പിന്നെ വിറകടുപ്പിൽ വെക്കുന്ന ഒരു ഫുഡിന് എല്ലാം അത്രയും നല്ല ടേസ്റ്റാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഉപ്പ് നമ്മൾ പിന്നെ അതിനുശേഷം ഉപ്പിടുക. ഉപ്പിട്ട് നമ്മൾ കുറച്ചൊന്ന് അതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കുറച്ചൊന്ന് ഇളക്കി നിൽക്കണം. കുറച്ച് നേരം നിൽക്കും. കാരണം നമ്മൾ സ്റ്റൗവിലല്ലല്ലോ വേവിക്കുന്നത്. പിന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഏത് ഫുഡായാലും അതിൻ്റേതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മെനക്കെട്ട് നിൽക്കണം. എന്നാലേ ഇത് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ വെളുത്തുള്ളി ഉണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം ഈ കറിവേപ്പില അധികം ഇട്ട് കൊടുക്കുക. കറിവേപ്പില നല്ലതാണ്. നല്ല മണവും കിട്ടും. നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും കറിക്ക്. അപ്പോൾ അതും ഇട്ടിട്ട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വഴണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. അപ്പോൾ നമ്മളത് കുറച്ച് നേരം വെയിറ്റ് എടുക്കണം. പിന്നെ ഈ വിറകടുപ്പിൽ നമ്മൾ ഫുഡ് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന കണക്കല്ല. സ്റ്റൗവിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ വിറകടുപ്പിലാകുമ്പോൾ നമ്മൾ തീയിൽ ശ്രദ്ധിക്കണം. പിന്നെ അതിൽ ഈ എന്താ പറയുക, ഇതെല്ലാം ശ്രദ്ധിച്ചാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അതിലിട്ടങ്ങ് മിക്സ് ചെയ്യുക. അതും കുറച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്ത് കുറച്ച് സമയം എടുക്കും അത് ഇത് ചെയ്ത് വരാൻ. കാരണം വിറകടുപ്പാണല്ലോ. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ നമ്മൾ ഫുഡ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അറിയാം. നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് കടലയാണ് വേണ്ടത്. കടലപ്പായസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. ഒരുവിധം എല്ലാ ആൾക്കാരുടെയും കടലപ്പായസമാണല്ലോ ഇഷ്ടം. അതിന് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണമല്ലോ. അപ്പോൾ ശർക്കര ഒരു സൈഡ് ഉരുകുന്നുണ്ട്. അത് നമ്മൾ ഒരു സ്റ്റൗവിൽ വെച്ചിട്ട് ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനും ഒരു 10-15-20 മിനിറ്റ് എടുക്കും ശർക്കര ഫുള്ള് ഉരുവി വരാൻ. അത് നമ്മൾ ഈ പായസത്തിലോട്ട് ഇടാൻ വേണ്ടിയാണല്ലോ. പിന്നെ നെയ്യും എണ്ണയും ഒരുപാട് ഒഴിക്കുക. അതിന് ശേഷം അതൊന്ന് തിളച്ച് വന്നാലേ നമുക്ക് ഈ കടലയെടുത്ത് അതിലോട്ട് ഇട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കണം. കാരണം നല്ല രീതിയിൽ ക്രഷായി വന്നാലേ നമുക്ക് പായസത്തിന് കുറച്ചുകൂടെ ടേസ്റ്റി ഉണ്ടാവുള്ളൂ. കാരണം കടല നമ്മൾ കടിക്കുമ്പോൾ കടല ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അത്രയും അതൊന്ന് ലൂസായി ക്രഷ് ആവണം. എന്നാലേ നമുക്ക് കടല പായസത്തിനൊരു ഇതുണ്ടാവുള്ളൂ. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും നല്ലതാണല്ലോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമ്മൾ ഈ തിളച്ച എണ്ണയിലോട്ട് നമ്മളിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് സമയമെടുത്ത് അതിനെ കുറച്ച് വേവാനുള്ളൊരു ഇത് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിങ്ങയൊക്കെ ഇടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഫുഡിലൊക്കെ കുറച്ചുകൂടെ നമുക്കൊരു ടേസ്റ്റും ഇതൊക്കെ ഉണ്ടാവാൻ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഇതിൽ തന്നെ ഇടുക. നമ്മളിപ്പോൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെച്ച് അത് എണ്ണയിലിട്ട് വഴറ്റേണ്ട കാര്യമില്ല. അതിപ്പോൾ ആദ്യമേ നമ്മൾ ആൾറെഡി ഇതിലിപ്പോൾ എണ്ണയും നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് നമുക്ക് ഇതിലിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പറഞ്ഞ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. അത് കുറച്ച് നേരം അതിലിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അത് കുറച്ചൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് അതും കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റിയായി വരും. അതാണല്ലോ. പിന്നെ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. കാരണം നമുക്ക് അതിൽ തന്നെ ഇട്ടേക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അത് പിന്നെ അതങ്ങ് ഉടഞ്ഞു പോകും. നമുക്ക് നമ്മുടെ ഈ കടല കണക്കല്ലല്ലോ അത്. നമുക്ക് അധികം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുറച്ച് 2-3 മിനിറ്റ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ അടുത്ത വശത്ത് ഇവിടെ ശർക്കര ഉരുവിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നേരെ ഇതിലോട്ട് പോയി. നമ്മളെ ഉള്ളി വഴണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഉള്ളി നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം. ഉള്ളി നല്ല രീതിയിൽ കറുത്ത് ബ്ലാക്ക് ആവണമല്ലോ. എന്നാലേ നമുക്ക് ചിക്കനും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ചിക്കനും കുക്കറിലാണ്. അത് അരമണിക്കൂർ എടുക്കും എന്തായാലും. ഇതിനും അരമണിക്കൂർ എടുക്കും. അപ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഈ വിറകടുപ്പിൽ വെക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉരുളിയിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് നമുക്ക് സമയം എടുക്കും ഇതിപ്പോൾ. അപ്പോൾ നമ്മൾ ഉള്ളി നല്ല രീതിയിൽ വഴണ്ട് വന്നതിന് ശേഷം കറുത്താലേ നമുക്ക് വേറെ കാര്യങ്ങൾ ചിക്കനും എല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അവസാനം കറിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കുക്കറിലിട്ട് അടിച്ച ഒരു കടല ഉണ്ടല്ലോ. കടലെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അത് ഉടച്ചെടുത്താലേ ഇതിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ ഈ ശർക്കരയും ഉരുക്കി വരുന്നുണ്ട്. അതും കുറച്ച് സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ല, അതിനും അരമണിക്കൂർ എടുക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമയമെടുത്താലേ നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത് ക്രഷ് ചെയ്ത് കുറേ നേരമായിട്ട് ക്രഷ് ചെയ്യണം. എന്നാലേ അതൊന്നും നല്ല രീതിയിൽ മിക്സായി വരത്തുള്ളൂ. എന്നാലേ കുറച്ച് ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അത് ക്രഷ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി കുറച്ച് ക്രഷ് ചെയ്തു. അപ്പോൾ ക്രഷ് ചെയ്തതിന് ശേഷം മാക്സിമം ക്രഷ് ചെയ്തതിന് ശേഷം അത് നമ്മൾ അടുത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റുക. നമ്മൾ ഈ നെയ്യും ഈ എണ്ണയൊക്കെ ഒഴിച്ച് പാത്രത്തിലോട്ട് മാറ്റുക. അത്
മാറ്റിയതിന് ശേഷം അതിട്ടൊന്ന് ഇളക്കുക, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അത് നല്ലപോലെ ഇളക്കി കൊടുത്താലേ അതിൽ ആ ഒരു നെയ്യും എണ്ണയും പിടിക്കുകയുള്ളൂ. എന്നാലേ ആ പായസത്തിന് അവസാനം നമുക്കൊരു ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അത് കുറുകി കുറുകി വരണം. ഇതിൻ്റെ പായസത്തിൻ്റെ മറ്റേ പായസം കണക്കല്ലല്ലോ, ഇത് കടല പായസമാണല്ലോ. അപ്പോൾ കുറച്ചൊന്ന് കുറുകി കുറുകി വന്നാലേ നമുക്ക് ഈ നല്ല കട്ടിയായിട്ടുള്ള നല്ല കടലപ്പായസം കിട്ടത്തുള്ളൂ. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇതും കിടന്ന് കുറുകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശർക്കര പാനി ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതും കൂടുതൽ അത് പയ്യെ ഇങ്ങനെ കുറുകി വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ കടലയും ഇട്ട് ഇങ്ങനെ വഴറ്റി കൊണ്ടിരിക്കുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ എന്തായാലും 8 വിസിലൊക്കെ അടിച്ചത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അപ്പോൾ അതിനിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കുക. അതിന് ശേഷം അതിനെ പൊട്ടിച്ചെടുക്കണം. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പായസത്തിൽ നമ്മൾ ചവ്വരി ഇടുന്നുണ്ട്. സോ ചവ്വരിയും കൂടെ ഇടുക. യൂഷ്വലി കടല പായസത്തിന് ചവ്വരി വേണ്ട, എന്നാലും ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പോൾ അങ്ങനെ ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കുക. വെന്ത് വെച്ചേക്കുന്ന ചവ്വരി എടുത്ത് അതിലിട്ട് കൊടുക്കുക. അതും കുറച്ച് സമയമെടുത്താണ് ഇതും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആൾറെഡി ഉരുകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ശർക്കര നല്ല രീതിയിൽ ഉരുവി പത വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫുള്ള് സോളിഡ് ഫോം ആയിട്ടുള്ളത് ലിക്വിഡ് ഫോം ആവുന്നത്. ഇപ്പോൾ അതല്ലേ ജാനക്കുട്ടി ഇവിടെ എപ്പോഴും ഈ കാർട്ടൂണും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ 2 ആപ്പിൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആപ്പിളും കടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുറയ്ക്കുന്നുള്ള വിചാരിച്ച് അങ്ങനെ അതും കഴിച്ചു. അതും കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. അപ്പോൾ അത് എന്തായാലും കുറച്ച് ഏലക്കയും കൂടെ നമ്മളിപ്പോൾ കുറുകിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഈ പറഞ്ഞ ശർക്കര കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറുകിയ ശർക്കരയിൽ കുറച്ച് ഏലക്കയും കൂടെ ഇട്ട് അതും കൂടെ വെച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. ഏലക്ക പിന്നെ നല്ലതാണല്ലോ, നല്ല വയറ്റിലൊക്കെ നല്ലതാണ്. സോ അപ്പോൾ ഏലക്കയും കുറച്ചെടുത്ത് അതിലോട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ എന്തായാലും നമ്മൾ പായസം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി എടുത്താലേ അത് ഉടയുകയുള്ളൂ. ഉടഞ്ഞാലേ ആ പായസത്തിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ആ ടേസ്റ്റ് എന്തായാലും നമ്മുടെ പാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാണി നമ്മൾ ലിക്വിഡ് ഫോം ഫുൾ ആയതിനു ശേഷം പാണി നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഐറ്റംസ് അതിൽ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് അരിച്ച് എടുക്കണം നമുക്ക്. അതിപ്പോൾ നമ്മൾ ചെറിയ അരിപ്പ് വെച്ചാണ് അരിക്കുന്നത്. സോ അത് കുറച്ച് നമ്മൾ നല്ല രീതിയിലൊന്ന് ഈ കരണ്ടി വെച്ച് ഇളക്കി കൊടുത്താലേ ആ അരിഞ്ഞ് അതെന്തായാലും ഈ ഒരു പാണി ഇങ്ങോട്ട് പുറത്തോട്ട് വരത്തുള്ളൂ. സോ പിന്നെ നമ്മൾ എന്തായാലും ആൾറെഡി ഈ കുറച്ച് വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്താലേ ഇത് നടക്കത്തുള്ളൂ. സോ അപ്പോൾ ചെറിയ അരിപ്പ് കൊണ്ട് ചിലപ്പോൾ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ നമ്മൾ വലിയ അരിപ്പിലോട്ട് എടുത്തു. കാരണം അത് ചെറിയ അരിപ്പാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. സോ അപ്പോൾ നമ്മൾ വലിയ അരിപ്പിലോട്ട് മാറ്റിയിട്ട് അതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഏലക്ക അതിലുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ പിന്നെ അത് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ പാണി എല്ലാം അതിലോട്ട് ഒഴിക്കണം. ഈ ശർക്കര പാണി പൂർണ്ണമായിട്ടും അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് അതിലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ലിക്വിഡ് ഫോം ഫുള്ളായിട്ട് കിട്ടുള്ളൂ. എന്നാലേ ആ ഒരു പായസത്തിൽ നമുക്കൊരു മധുരവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. സോ അപ്പോൾ അതിനുശേഷം കുറച്ച് നേരം ഒന്ന് ക്രഷും കൂടെ ചെയ്ത് കൊടുക്കുക. ഈ ഏലക്കയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ഈ പറഞ്ഞ കുറച്ച് ഇനി പാണി അല്ലാത്ത കുറച്ച് സോളിഡ് ഫോമിലുള്ള കുറച്ച് ശർക്കരയും കൂടെ ഉണ്ടല്ലോ അതെല്ലാം ക്ലിയർ ചെയ്യുക. അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക. അതിനുശേഷം പാണി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, പാണി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ശർക്കര നമ്മളിട്ട് ഉരുക്കിയതിന് ശേഷം കിട്ടിയതാണ് ഇത്രയും പാണി. അപ്പോൾ ഇതാണ് നമ്മൾ യൂഷ്വലി പായസങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ്റെ എന്തായി നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴറ്റി വരികയാണ്. കുറച്ച് കളറൊക്കെ മാറി വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് സമയമായിട്ട് അത് അടച്ച് വെച്ച് വരട്ടിയാലേ അത് നടക്കുകയുള്ളൂ. അത് 1.5 മണിക്കൂർ എന്തായാലും അതിന് വേണ്ടി വരും. അപ്പോൾ അതിങ്ങനെയായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കളർ മാറി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനെന്തായാലും ഒരുപാട് സമയം എടുക്കും. പിന്നെ ഒന്നാമത് നമ്മൾ പുറത്താണ് ഇത് ചെയ്യുന്നത്, വിറകടുപ്പിലാണ് ചെയ്യുന്നത്. വിറകടുപ്പ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സമയമെടുത്തിട്ടേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഡാർക്ക് കളർ ആവുന്നവരെ ഒന്ന് വെക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ മസാലയാണ് കേട്ടോ. എല്ലാ മസാലയും നമ്മൾ ഫുള്ള് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ മസാലയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് മസാല ഇടണ്ട. അപ്പോൾ നമ്മൾ എല്ലാ മസാലയും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ചിക്കൻ മസാല. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ചിക്കൻ മസാല. സോ അപ്പോൾ അത് ഫുള്ളായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നാലേ അത്രയും നമുക്കൊരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ചിക്കനിൽ ഈ മസാല ഫുള്ളായിട്ട് പിടിക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ അതിങ്ങനെ ചെയ്തതിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ വീട്ടിലുണ്ടാക്കിയ മസാല. അപ്പോൾ അത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ മസാലയാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച മസാല അല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാലയാണ്. അതാണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവാൻ അത് തന്നെയാണ് നല്ലത്. സോ എന്തായാലും നമ്മൾ മസാലയൊക്കെ ഇട്ടപ്പോൾ കുറച്ചൊന്ന് കറുപ്പായിട്ടുണ്ട്. അത് മസാലയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് നേരം കൊണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യണം. അത് കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ
വെന്ത് വരണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തീയും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് വിറകടുപ്പിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തീയും ഇത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണിത്. അപ്പോൾ എന്തായാലും അത് ചെയ്തതിന് ശേഷം നമ്മളത് ആ തക്കാളി വന്നിട്ടുണ്ട്, തക്കാളി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. തക്കാളി ഇടുന്നതും നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വെള്ളം ഊറി പിടിച്ച് നമ്മൾ ഒരുപാട് ചിക്കനൊക്കെ പെട്ടെന്ന് വേവാനും ഇതിനിപ്പോൾ നമുക്ക് ആൾറെഡി നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ തക്കാളി ഇങ്ങനെ ചൂടായി അതിൽ ഉരുകി വരുന്ന വെള്ളം ആണ് നമുക്ക് എന്താ പറയുക ചിക്കൻ വേവാനുള്ള നല്ലത് നാച്ചുറലായിട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയാകും. അതുകൊണ്ട് തക്കാളിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം തക്കാളിയിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങി വരും. സോ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളം വരും. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അടി പിടിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതല്ല. കാരണം വെള്ളത്തിലൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. മസാലയുടെ ആ ഒരു മസാല അടി പിടിച്ച് വെച്ചേക്കുന്നതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ മാറും. അപ്പോൾ പിന്നെ നമുക്ക് കടലിലോട്ട് പോകാം, കടലപ്പായസത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന പാണിയെല്ലാം കൂടെ എടുത്ത് കടലയിലോട്ട്, ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കണേ കടലയിലോട്ട് എടുത്തങ്ങ് തട്ടി കൊടുക്കുക. അപ്പോൾ ഈ തട്ടി കൊടുക്കുന്നതിന് ശേഷം നമ്മളത് ഫുൾ ഇനിയിപ്പോൾ മിക്സ് ചെയ്യണം. കാരണം അത് ഫുള്ളായിട്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ പിടിക്കണമല്ലോ, അത് രണ്ടും കൂടെ. അപ്പോൾ അതിനിപ്പോൾ എന്തായാലും നമ്മൾ അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അതും ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ഇതും ഒരുപാട് എന്താ പറയുക, നല്ല രീതിയിൽ ഇളക്കി അത് കുറുകി വന്നാലേ നമുക്ക് അത്രയും ഒരു ടേസ്റ്റുള്ള ഒരു കടലപ്പായസം കിട്ടത്തുള്ളൂ. ഈ കടലപ്പായസത്തിൻ്റെ അതിൽ ഏത് പായസമായാലും നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് സമയമെടുത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ക്രഷായി ഈ പാണിയെല്ലാം കൂടെ അതിൽ പിടിച്ച് ഈ ക്രഷായി കിടക്കുന്ന കടലയിൽ ഇങ്ങനെ പിടിച്ച് വരുമ്പോഴാണ് അത്രയും ടേസ്റ്റിയും നമുക്ക് കുറച്ചുകൂടെ ആസ്വാദകരമായിട്ട് കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു പായസം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിങ്ങനെ കിടന്ന് കുറുകി അതിൽ മസാലയല്ല കേട്ടോ, മറ്റേ ചിക്കൻ്റെ ഇതായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി വെക്കണം. എന്നാലേ എന്തായാലും അത് മിക്സ് ആവത്തുള്ളൂ, എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ എന്തായാലും പൊട്ടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കുക്കറിൻ്റെ അകത്ത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. 7 വിസിൽ അടിച്ചിട്ടുണ്ട്, 1/2 മണിക്കൂർ കൂടുതൽ അടിച്ചിട്ടുണ്ട്. എന്തായാലും വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. കാരണം നമ്മുടെ ഈ പറഞ്ഞ കോഴി എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള കോഴിയാണല്ലോ, നാടൻ കോഴിക്കാണെങ്കിൽ നല്ല കട്ടിയാണല്ലോ. കുക്കറിലിട്ട് അടി അടിച്ച് 1/2 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വെന്ത് വരും. അതെന്തായാലും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാലയിലോട്ട്, വിറകടുപ്പിൽ വെച്ചിരിക്കുന്ന മസാലയിലോട്ട് നമുക്ക് ഈ ചിക്കനിന് ഇടണം. അതിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അത് മസാല ഫുള്ള് നമ്മൾ നല്ല രീതിയിൽ പിടിക്കണമല്ലോ അത്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നല്ല രീതിയിൽ ഇളക്കി നല്ല രീതിയിൽ ഇളക്കണം. കുറച്ച് പണിയുള്ള പരിപാടിയാണത്. എന്തായാലും ഇളക്കി ഇരിക്കണം. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ചിക്കൻ എല്ലാം കൂടെ എടുത്ത് അതിലോട്ടോട്ടങ്ങ് തട്ടി കൊടുക്കുക. ചിക്കനിലും പിന്നെ നമ്മൾ വെള്ളം സാധാരണ ഒഴിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ നാടൻ കോഴിയിൽ നിന്ന് ഒരുപാട് കണ്ട വെള്ളം ചിക്കൻ്റെ ആ ഒരു സൂപ്പ് കണക്ക് ഉരുകി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും നല്ലതാണ്. ഈ വെള്ളം ഒഴിക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴി ചിക്കനാണെങ്കിൽ അത്രയും സൂപ്പ് പുറത്ത് വരും. ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുക്കറിലിട്ട് ചെയ്യുമ്പോഴേ, അപ്പോൾ അതിലോട്ടുള്ള വെള്ളവും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് വേവാനുള്ളൊരു ടൈമും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളവും ഉണ്ടായി. ഇപ്പോൾ നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കേണ്ട, ആൾറെഡി നമുക്ക് തക്കാളിയുടെ വെള്ളവും അപ്പോൾ ഇതിൻ്റെ സൂപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതിട്ട് പിന്നെ നല്ല രീതിയിൽ ഇളക്കണം. അപ്പോൾ ഇതിനിപ്പോൾ കുറച്ച് നേരം ടൈം എടുക്കും നല്ല രീതിയിൽ ഈ മസാലയും ചിക്കനും നാടൻ കോഴിയും കൂടെ നല്ല രീതിയിൽ ബ്ലെൻഡായി കട്ടിയായി വരാൻ. നമ്മൾ കറിയല്ല നമ്മൾ മെയിൻലി പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇത് പെരട്ടാണ്. അതാകുമ്പോൾ നല്ല രീതിയിൽ മസാല അതിൽ പിടിച്ച് വരണം. അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ നല്ല രീതിയിൽ വറ്റിയാലേ നമുക്ക് ആ ഒരു പെരട്ടിലോട്ട് കിട്ടത്തുള്ളൂ. സോ അപ്പോൾ അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നാടൻ കോഴി എന്തായാലും നല്ലതാണ്. വല്ലപ്പോഴൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. സാധാ ചിക്കനെ പോലെ അല്ല, നല്ല ടേസ്റ്റിയുമാണ്. അതായത് ഈ സൂപ്പ് നമുക്ക് കിട്ടും, അതിൻ്റെ എസൻസ് എന്ന് പറയുന്ന സാധനവും കിട്ടുമല്ലോ. അത് ഈ പറഞ്ഞ നമ്മൾ കുക്കറിലിട്ട് അടിക്കുമ്പോൾ അതിൽ നിന്ന് അത്രയും സൂപ്പ് വരുമല്ലോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ കുറുകിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പാലൂടെ ഒഴിക്കുമ്പോൾ കുറച്ച് കളറും കിട്ടും, കുറച്ചുകൂടെ ടേസ്റ്റിയുമായിരിക്കും. അപ്പോൾ പാലിൻ്റെ കട്ടിയും കൂടെ കിട്ടും. കാരണം ഇപ്പോൾ ഇതിപ്പോൾ ലിക്വിഡ് ഫോമിൽ ഒരുപാട് വെള്ളം കണക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ പാലോട് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ വെന്ത് നല്ല രീതിയിൽ വേവിക്കുമ്പോൾ അത്രയും കട്ടി ഉണ്ടാവും നമുക്ക് പായസം എന്ന് പറയുമ്പോൾ നമ്മൾ കട്ടി ഉണ്ടാവണം. നമുക്ക് ഒരിക്കലും വെള്ളം പോലെ ഒരിക്കലും പായസം ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കട്ടിയാവാൻ വേണ്ടി കുറുകി കട്ടിയാവാൻ വേണ്ടിയാണ് ഈ പായസത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈ മിൽക്കും കൂടെ നമ്മൾ ഒഴിച്ചിരിക്കുന്നത്, പാലും കൂടെ ഒഴിച്ചിരിക്കുന്നത്. അത് നല്ലതാണ്, അതിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ, അതൊന്നുമില്ല. പിന്നെ അതിനുശേഷം കുറച്ച് ഈ പറഞ്ഞ പൊടികളെല്ലാം കൂടെ നമ്മളോട്ട് ഇത് ചെയ്യുക. അതായത് ഏലക്ക ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ചുകൂടെ മണവും
നല്ല ടേസ്റ്റും കൂടെ കിട്ടും. ഏലക്ക നല്ലതാണല്ലോ, വയറ്റിനും എല്ലാത്തിനും നല്ല ഗുണമുള്ളതാണ് ഏലക്ക. സോ അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, കുമ്പള വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതിനിങ്ങനെ വെന്ത് വരണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ എല്ലാം കൂടെ ഞാനിത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാനൊന്ന് കണ്ണാടിയിൽ വന്ന് നോക്കി എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് നേരം. അതും എൻ്റെ ഒരു ഹോബിയാണ്, എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ക്രഷ് ചെയ്യുന്നതാണ് നല്ലത് കുരുമുളക്. അപ്പോൾ അതും ക്രഷ് ചെയ്തതിന് ശേഷം നമ്മളെ ചിക്കൻ ഒരുവിധം വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ചുവന്ന നിറം വന്നുണ്ട്. അതായത് ഈ പറഞ്ഞ വെള്ളം എല്ലാം കൂടെ ചിക്കൻ ഇങ്ങനെ വേവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ വെള്ളം, അതിൻ്റെ ആ സൂപ്പെല്ലാം കൂടെ കുറച്ച് കറിയും കൂടെ അതിൽ വരുന്നുണ്ട്. സോ കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ചുകൂടെ മണവും നല്ല ടേസ്റ്റും ആയിരിക്കും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മല്ലിയിലയും കൂടെ നമ്മൾ നല്ല രീതിയിൽ വിതറിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ മല്ലിയില കുറച്ച് മണവും നല്ല രീതിയിലുണ്ടാവും, അതിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത കുരുമുളക് കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക, കുറച്ചുകൂടെ എരിക്ക് വേണ്ടിയേ. അപ്പോൾ നല്ല രീതിയിൽ ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം എന്തായാലും അതിട്ട് നല്ല രീതിയിൽ ഒരു മണവും നല്ല രീതിയിൽ ടേസ്റ്റിയും കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലയുണ്ട് സെപ്പറേറ്റ്, കുറച്ചുകൂടെ മണം കിട്ടും, അതിന് വേണ്ടിയാണ്. സോ മണവും കുറച്ചുകൂടെ ടേസ്റ്റി ആവും. അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. കുറച്ച് ഇളക്കി നല്ല രീതിയിലാക്കുക. എന്തായാലും വെള്ളം എന്തായാലും വറ്റി, എന്നാലേ അത് പെരട്ട് റെഡി ആവത്തുള്ളൂ. ഇതൊരു അവസാനം ഒരു സോളിഡ് ഫോമിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കറി ഉണ്ടാവത്തില്ല. ഇപ്പോൾ കറി നമുക്ക് വേണം, കറി ഉണ്ടെന്ന് വേണം. പക്ഷേ നമ്മളിപ്പോൾ കറിയാണെങ്കിൽ വെക്കുന്നെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കും. സോ അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ടേസ്റ്റ് എന്തായാലും പോയി കിട്ടും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ കറി അല്ലാതെ വെക്കുന്നതാണ് നല്ലത് പെരട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ജാനുകുട്ടി നോക്കുന്നുണ്ട്. അവളിപ്പോഴും ഇത് തന്നെയാണ് പരിപാടി, ഇവിടെ ടി വി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ഇങ്ങനെ ഇരിക്കും. അവളെന്താ ചെയ്യുന്നത്, ടി വി കണ്ട് ഒരു വികാരമില്ലാതെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവളുടെ ഹോബി. അപ്പോൾ നമ്മുടെ പായസം എന്തായാലും റെഡിയായി വരുന്നുണ്ട്. കുറച്ച് തേങ്ങാപ്പാലൂടെ നമുക്ക് ഒഴിക്കണം, കുറച്ച് കട്ടി കിട്ടണമല്ലോ പായസം. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇപ്പോൾ നല്ല രീതിയിൽ കട്ടിയായിട്ട് പായസം വരണമെങ്കിൽ നമുക്ക് എന്തായാലും പാലും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയായി വരും, എന്നാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പായസത്തിന്. പ്രത്യേകിച്ചും കടല പായസമാണല്ലോ. കടല പായസം യൂഷ്വലി നല്ല കട്ടിയായിട്ടിരിക്കണമല്ലോ, നമ്മൾ വേറെ സാധാ പായസം കണക്കല്ലല്ലോ. അപ്പോൾ ആൾറെഡി പായസങ്ങളെല്ലാം നമുക്കറിയാമല്ലോ, അത് അത്രയും നല്ല രീതിയിൽ കട്ടിയായിട്ടിരിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളം കണക്കിരുന്ന് കഴിഞ്ഞാൽ അത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പാലൊഴിക്കുന്നത് നല്ലതാണ്, ഈ പറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതും നല്ലതാണ്. അത് അരിച്ചരിച്ചരിച്ച് അത് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ച് നല്ല രീതിയിൽ ഈ അരിപ്പിട്ട് നമ്മൾ കുറച്ചൊന്ന് തട്ടി കൊടുക്കുമ്പോഴേ അതൊന്ന് ഉരുകി വരത്തുള്ളൂ. സോ അതും ഇങ്ങനെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലും നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അതെന്തായാലും അതിനൊരു കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. അത് നമ്മളെപ്പോഴും ഇങ്ങനെ തേങ്ങാപ്പാലും ഈ പാലും ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടെ കുറുകാനും സമയം കിട്ടും. അപ്പോൾ അത്രയും നമുക്കൊരു കട്ടിയുള്ള പായസം നമുക്ക് കിട്ടും. സോ അപ്പോൾ പിന്നെ അത് നമ്മൾ ഇളക്കി കൊടുക്കുക. അത് മാക്സിമമായിട്ട് ഇളക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അധികം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും വേണ്ട, കാരണം ഒരു പായസം എന്ന് പറയുമ്പോൾ അധികം എന്തായാലും ഓൾറെഡി ഇതിലൊരു മധുരവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മൾ ആൾറെഡി ശർക്കരയൊക്കെ ഉരുകിയൊക്കെ ഒഴിക്കുന്നുണ്ട്. സോ അപ്പോൾ അത് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഇളക്കുക. പിന്നെ പപ്പടം ഇടയ്ക്കിടയ്ക്ക് പപ്പടവും പൊരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തായാലും ഫുഡ് റെഡിയായി വരാറായി, എല്ലാം ഒരുവിധം വെന്ത് വരാവുന്ന സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് പപ്പടങ്ങൾ ഒരു 4-5 പപ്പടമുണ്ട്. ഇതെല്ലാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ വെളിച്ചെണ്ണയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യം, നമുക്ക് വെളിച്ചെണ്ണയാണ്. അപ്പോൾ പിന്നെ കുറച്ച് കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കടുക് പൊട്ടുന്നുണ്ട്. കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ട് നമ്മൾ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അത് നമ്മുടെ കറികളിലൊക്കെ ഇട്ട് കൊടുക്കാം. അതെപ്പോഴും നമ്മളിത് ഇങ്ങനെ കടുവറുത്ത് ഇടുന്നതിൻ്റെ നല്ലതാണ് കറിവെടുക്കുന്നത്. പക്ഷേ എപ്പോഴും അത് ചെയ്യുന്നത് നല്ലതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി നമ്മൾ എണ്ണയും ഇതെല്ലാം ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലൂടെ എണ്ണ യൂസ് ചെയ്ത് കടുവറുക്കുന്നതിന് കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാവും. ആ ടേസ്റ്റ് നല്ലതല്ല, പക്ഷേ അത് നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് എല്ലാവരും കടുക് വറുക്കുന്നത് ഇപ്പോഴത്തെ കാലത്തും. പണ്ട് നല്ല രീതിയിൽ കടുക് വറുക്കുമായിരുന്നു. ഇപ്പോൾ ആൾക്കാരധികം കടുക് വറുക്കാറില്ല. അപ്പോൾ നമ്മുടെ കട്ടിയായിട്ടുള്ള നമ്മളെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പരിപ്പിലോട്ട് കുറച്ച് കടുക് വറുത്ത സാധനങ്ങളെല്ലാം കൂടെ എടുത്തിടുക. അങ്ങനെ ആ കടുക് വറുത്ത സാധനങ്ങളെല്ലാം ഫുള്ളെടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. പരിപ്പിൽ എന്തായാലും നെയ്യും എണ്ണയൊക്കെ ആണല്ലോ പരിപ്പിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ അതിലോട്ട് അത് മിക്സ് ആവത്തുള്ളല്ലോ. അപ്പോൾ അത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ
നമ്മുടെ മരച്ചീനി കിഴങ്ങ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. അതിലോട്ടും കൂടെ ഈ പറഞ്ഞ ഇത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കടുക് വറുത്തത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് കുറച്ച് കട്ടിയുള്ളതാണ്, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അതും കിഴങ്ങെന്ന് പറയുന്നത് എല്ലാവർക്കും മലയാളികളുടെ വികാരമാണല്ലോ, കിഴങ്ങും മീൻ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായാലും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ചിക്കൻ നല്ല കുറുകുറാന്നായിട്ടുണ്ട്, കണ്ടിട്ട് നല്ല നാടൻ കോഴി കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാണുമ്പോൾ തന്നെ കണ്ടില്ല അത്രയും, അതും വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് ഈ കല്യാണങ്ങളിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിറകടുപ്പ് വെക്കുന്നതുകൊണ്ടാണ്. വിറകടുപ്പ് വെക്കുമ്പോൾ അത്രയും ഒരു ടേസ്റ്റൊക്കെ വരും. അത് നമ്മളെപ്പോഴും അത് തന്നെയാണ് ഞാനും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും പറ്റത്തില്ല. ഇപ്പോഴത്തെ ഈ ഒരു രീതിയിലുള്ള ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ വിറകടുപ്പിലൊക്കെ വെക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യമല്ല എപ്പോഴും. അപ്പോൾ അങ്ങനെ അതും വെന്തിട്ടുണ്ട്. അപ്പോൾ അതും ഫുള്ളി സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. പരിപ്പിൽ നമ്മൾ കടുകൊക്കെ വറുത്തിട്ട് പരിപ്പ് നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. വെള്ളം പോലെയല്ല ഇരിക്കുന്നത്. നമ്മുടെ പായസവും നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. കാരണം ആൾറെഡി 1:30 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും മരച്ചീനിയും വെന്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. കിഴങ്ങ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി കിഴങ്ങായിരുന്നു. പിന്നെ നമ്മൾ കുത്തരി ചോറാണ്. അപ്പോൾ ഈ കുത്തരി ചോറാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതൊരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പെരട്ട്, പിന്നെ പരിപ്പ്, പിന്നെ പപ്പടം, പിന്നെ കുറച്ച് ചോറ്, പിന്നെ ഞങ്ങൾ മരച്ചീനി കിഴങ്ങ് ഉടച്ചു വെച്ച മരച്ചീനി കിഴങ്ങും കൂടെ നല്ല സുഭിക്ഷമായ ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. വല്ലപ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞായറാഴ്ച എല്ലാവർക്കും സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പപ്പടം അധികം ഞാൻ കഴിക്കാറില്ല, പക്ഷേ ഇതിൻ്റെ കൂടെ എങ്ങനെ കഴിക്കാതിരിക്കുന്നത്. ആ ഒരു ടേസ്റ്റ് കിടുമായിരുന്നു കേട്ടോ. ഒരു മയമില്ലാത്ത ടേസ്റ്റ്. പ്രത്യേകിച്ചും ആ ഒരു ചിക്കൻ കറി, അത് ആ പെരട്ട് കിടുമായിരുന്നു കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടില്ല, അത്രയും നല്ല ചിക്കനായിരുന്നു. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ചിക്കനാണ്. അതിങ്ങനെ പരിപ്പിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. കറി തന്നെ കണ്ടത് കറിയാണ്, നല്ല കട്ടിയായിട്ടുണ്ട് കറി. നല്ല അത്രയും ആ ഒരു സത്തുള്ളൊരു ചിക്കനാണല്ലോ ഇത്. അപ്പോൾ നല്ല കണ്ടില്ല, നല്ല ഫ്രഷ് ചിക്കനാണ് കേട്ടോ അത്. നമ്മുടെ നാടൻ കോഴി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും, അത്രയും ടേസ്റ്റുള്ള ഇതാണല്ലോ. പിന്നെ ഈ കിഴങ്ങും കൂടെ ആകുമ്പോൾ മരച്ചീനിയും ഈ നാടൻ കോഴിയും പിന്നെ ഈ പറഞ്ഞ പപ്പടവും സാമ്പാർ പരിപ്പും എല്ലാം കൂടെ എടുത്തങ്ങ് വായിൽ വയ്ക്കുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിരിക്കുന്ന സാധനം, ഒരു മയമില്ല ഗൈസ്. ഒരു സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യും, നാടൻ കോഴിയൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ഞാനിത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചോറധികം ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ട് ഒരുപാട് ചിക്കൻ കറിയും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, പിന്നെ പരിപ്പും കൂടുതൽ എടുത്തിട്ടുണ്ട്, അതിനുശേഷം കുറച്ച് മരച്ചീനിയും കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന